ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നാണെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ഇത് ആക്ച്വൽ ബിരിയാണി ഒന്നുമല്ല, അത് കഴിക്കാൻ ഒരു മോഹം. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി, അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു അടിയന്തരാവസ്ഥ ബിരിയാണി എന്ന് പറയാം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ പുറത്തൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ, യുദ്ധമൊക്കെ അതുകൊണ്ട്. അപ്പം സാധനം ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. അപ്പം വീട്ടിലുള്ള സാധനം വെച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ പൊടിച്ച ശേഷം കശുവണ്ടി ഇട്ട് മൂപ്പിക്കുക. പിന്നെയാണെങ്കിൽ വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് മൂപ്പിക്കുക. അത്യാവശ്യം മൂത്ത് വരുമ്പോൾ സവോള ആഡ് ചെയ്യാം. നമുക്ക് ശകലം ഉപ്പ് ആഡ് ചെയ്യാം. നല്ലപോലെ വഴറ്റുക. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി ശകലം എല്ലാം ചാലിച്ച് ആഡ് ചെയ്ത് നല്ലപോലെ മൂപ്പിക്കുക. ഇത്രയൊക്കെ മൂത്താൽ മതിയായിരിക്കും. എന്നിട്ട് നമുക്ക് ശകലം ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്യാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. തീ കുറച്ച് വെക്കാം. എന്നിട്ടേക്ക് നമുക്കൊരു തക്കാളിയും ശകലം പുതിനയില ഉണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്യാം. പുതിനയില വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പിന്നെ ശകലം തൈരും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ചിക്കനിൽ നിന്ന് പതുക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമുക്കത് മൂടി വെച്ച് വേവിക്കാം നല്ലപോലെ. അത്യാവശ്യം വെന്തെന്ന് തോന്നുന്നു. നമുക്ക് ഇത് കുക്ക്ഡ് റൈസാണ്, ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്ന റൈസാണ്, അത് ആഡ് ചെയ്യാം. ഇത് എഗ്ഗ് ഇട്ട് റൈസാണ്. എന്നിട്ട് ശകലം നെയ്യും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് കവർ ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ, ബിരിയാണി സെറ്റായിട്ടുണ്ട്. പക്ഷേ മല്ലിയിലയില്ല, മല്ലിയിലയും കൂടെ ഉണ്ടെന്ന് നല്ലോണം ടേസ്റ്റ് വന്നേനെ. അതില്ലാത്തതുകൊണ്ട് അതിൻ്റെതായ കുറവാണ് കാണും. എന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു കൊതിക്ക് നമുക്ക് കഴിക്കാൻ പറ്റും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു സലാഡും ഉണ്ടാക്കിയായിരുന്നു, കുക്കുംബറും സലാഡും ഉണ്ടാക്കിയായിരുന്നു, ഉള്ളിയൊക്കെ ഇട്ടിട്ട്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.